السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസീൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇംറാനിലെ 160-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, But unfortunately, like in the eras of all envoys of God, എന്നാൽ ദൗർഭാഗ്യവശാൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികളായിട്ടുള്ള എല്ലാ നൂറ്റാണ്ടിലും വരുന്ന ആളുകളെ പോലെ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് എ പ്രോഫറ്റ് ഓഫ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതകാലവേളയിൽ there are some die-hard mischievous people, കഠിനഹൃദയരായ മോശപ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുറേ ആളുകൾ ഉണ്ടാവും. ഏതൊരു ദൂതൻ അല്ലാഹു തആല നിയോഗിച്ച് ഭൂമിയിലേക്ക് വരുന്നുവോ ആ സമയത്ത് ആ കാലത്ത് കഠിനഹൃദയരായ കുഴപ്പകാരികളായ കുറേ ആളുകൾ ഉണ്ടാകും. who despite being given the best teachings, അങ്ങനെ അവർക്ക് ഏറ്റവും നല്ല അധ്യാപനങ്ങൾ ജീവിതപാഠങ്ങൾ നൽകിയാലും to help them, അതവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്, to turn into a new life, ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന്, ഒരു പുതിയ ജീവിതത്തിലേക്ക് തുടക്കമിടുന്നതിന് വേണ്ടി അവരെ ഉപദേശിച്ചാലും but they remain hard-hearted and harsh, അവർ പരുഷ സ്വഭാവികളും കഠിനഹൃദയരുമായി തുടരുന്നതാണ്. മനുഷ്യപ്രകൃതിയുടെ ഒരു ഉദാത്തമായ ഭാവമാണ് ഈ നൽകുന്ന പാഠങ്ങൾ. അതൊരു പ്രത്യേക മാനസിക നിലയാണ്. അവരെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് പര്യാപ്തമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയാലും കഠിനഹൃദയരായ ഇത്തരം ആളുകൾ അവരുടെ പരുഷ സ്വഭാവത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്. വെരി ഓഫൺ വെൻ ദീസ് പീപ്പിൾ മാനിഫെസ്റ്റ് themselves, this inevitably affects the prophet of Allah. പലപ്പോഴും ഈ ആളുകൾ അവർ സ്വയം പ്രകടമാക്കുന്ന ഈ സമീപനം, ഈ രീതികൾ മൂലം ഇനെവിറ്റബിളി അഫക്ട്സ് ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹുവിൻ്റെ ദൂതനെ തീർച്ചയായിട്ടും ഇത് ബാധിക്കുന്നതാണ്. ആൻഡ് കാസസ് ഹിസ് ഹാർട്ട് ടു ബി ഹാർട്ട്, ഇത് വരുന്ന ദൂതൻ്റെ ഹൃദയത്തിന് പ്രയാസം ഉണ്ടാക്കുന്നതാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. അവരെ നേർവഴിയിലേക്ക് നയിക്കുന്നതിനായിട്ട് അവർ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ ഈ കഠിനഹൃദയരായ ആളുകളുടെ പ്രവർത്തനം അവർക്ക്, പ്രവാചകന്മാർക്ക്, ദൂതന്മാർക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. Thus, Allah lovingly tells his prophet, അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നറിയാവുന്ന അല്ലാഹു തആല എന്ത് പറയുന്നു? അല്ലാഹ് ലവിങ്ലി ടെൽസ് ഹിസ് പ്രോഫറ്റ്, അല്ലാഹു തആല വളരെ സ്നേഹത്തോടു കൂടി അവൻ്റെ പ്രവാചകനോട് പറയുന്നു ടു ഫർഗീവ് ദം,
അവർക്ക് നീ മാപ്പ് ചെയ്യുക. ദെയർ ഹാർഷ്നെസ്, അവരുടെ ഈ കഠിന ഹൃദയമുള്ള ഈ ആളുകൾക്ക് നീ മാപ്പ് ചെയ്യുക. ആൻഡ് ടു പ്രേ ഫോർ ദം, എന്നിട്ട് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആൻഡ് ആസ്ക് ഫോർ ദെയർ ഫർഗീവ്നെസ്, അവർക്ക് മാപ്പ് കൊടുക്കുവാനായി നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ. ഫോർ ഇറ്റ് മേ ബി ദാറ്റ് അള്ളാഹ് ലിസൺസ് ടു ഹിസ് പ്രേയേഴ്സ്, നിൻ്റെ പ്രാർത്ഥന അള്ളാഹു താല ശ്രദ്ധിക്കാം. ആൻഡ് ഓപ്പൺ ദ ഹാർട്ട്സ് ഓഫ് ദീസ് പീപ്പിൾ ടു ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഈ കഠിനഹൃദയരായ ആളുകളുടെ ഹൃദയത്തെ തുറക്കാം. അങ്ങനെ ഒരു പുതിയ പാഠം അള്ളാഹു താല തൻ്റെ പ്രവാചകൻ്റെ മുമ്പാകെ വെക്കുകയാണ്. ഇത് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയായി സ്വീകരിക്കാവുന്നതാണ്. കഠിനഹൃദയരായി നമ്മളെ വളരെ മോശമായ നിലയിൽ നമ്മോട് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും അല്ലാഹുത്താല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയങ്ങളെ അല്ലാഹുത്താല ഇസ്ലാമിലേക്ക്, യഥാർത്ഥ പാതയിലേക്ക് തുറക്കുവാൻ സാധ്യതയുണ്ട് എന്ന നിലയിൽ അവർക്കായി പ്രാർത്ഥിക്കുകയും അവർക്ക് മാപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന പാഠമാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പാകെ വെക്കുന്നത്. എത്ര കഠിനഹൃദയരായ ആളുകളെ ആയാലും ശരി, അവർക്ക് പോലും യാതൊരു ദോഷവും വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നതാണ് ഇവിടെ നമുക്ക് നൽകുന്ന പാഠം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത പ്രഭാതത്തിൽ ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. ജസാക്കുമുല്ലാഹി ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.